കഴിഞ്ഞ 4 മാസക്കാലമായി നീചരാശിയിൽ സഞ്ചരിച്ചിരുന്ന ചൊവ്വ 2025 ജൂൺ 7-ാം തീയതി ശനിയാഴ്ച വെളുപ്പിന് 2:13 കർക്കിടകം രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു. മകവും പൂരവും ഉത്രം ആദ്യ കാൽഭാഗവും അടങ്ങിയ ചിങ്ങക്കൂറുകാർക്ക് ചൊവ്വ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നു. ജന്മരാശിയിലെ ശനി പോലെ തന്നെ അനിഷ്ടകാരിയാണ് ജന്മത്തിലെ ചൊവ്വയും. ഗുണാനുഭവങ്ങൾ കുറയുകയും ചെറിയ ലാഭം നേടാൻ വലിയ അധ്വാനം വേണ്ടിവരികയും ചെയ്യും. അലസതയുണ്ടാകുകയും തൊഴിലിനോട് ആഭിമുഖ്യം കുറയുകയും ചെയ്യും. ഉപജാപക സംഘം പിടിമുറുക്കും. പ്രതിരോധം ദുർബലമായേക്കും. തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ ഇടയുണ്ട്. ആത്മസംയമനം അനിവാര്യമാണ്. പ്രാർത്ഥനകളുടെ ഫലം പ്രവചനാതീതമാകും. കുടുംബ ബന്ധങ്ങൾ ഉലയാതിരിക്കാൻ വിട്ടുവീഴ്ച വേണ്ടി വരുന്നതാണ്. മിതവ്യയം പുലർത്തണം. പ്രതികരണം വൈകാരികമായിട്ടായിരിക്കും. പെട്ടെന്ന് ശോഭിക്കുന്ന പ്രവണത കൂടുതലായിരിക്കും. വ്യക്തിജീവിതത്തിലും കർമ്മരംഗത്തും സമ്മർദ്ദം അനുഭവപ്പെടും. പൊതുപ്രവർത്തകർക്ക് എതിർപ്പുകളെ നേരിടേണ്ടി വരും. പ്രതീക്ഷിച്ച നേട്ടങ്ങൾ കൈവിട്ടു പോകുന്നത് പോലെ തോന്നും. പരീക്ഷകളിലും അഭിമുഖങ്ങളിലും പ്രതീക്ഷിച്ച വിധത്തിലുള്ള നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞേക്കില്ല. അപവാദങ്ങളെ പ്രതിരോധിക്കേണ്ടതായി വരും. പ്രണയികൾക്ക് അവസരം അനുകൂലമല്ല. ദാമ്പത്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. ആരോഗ്യകാര്യത്തിൽ അലംഭാവം പാടില്ല. യാത്രകൾ കൊണ്ട് പ്രയോജനം കുറയുന്നതായിരിക്കും. തൊഴിൽ അന്വേഷകർക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ അതീവ ശ്രദ്ധ വേണം. മനസ്സവാച കർമ്മങ്ങളിൽ ജാഗ്രത അനിവാര്യമാണ്. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും.